ലോസ് ആഞ്ചൽസ് നഗരം സ്തംഭിച്ചു. അനധികൃത കുടിയേറ്റത്തിനെതിരായ ട്രംപ് ഭരണകൂടത്തിൻ്റെ നടപടിയാണ് പ്രകോപനത്തിന് കാരണം. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് ലോസ് ആഞ്ചൽസിൽ വൻ പ്രതിഷേധം അരങ്ങേറുന്നത്. നഗരം ദേശീയ ഗാർഡിൻ്റെ നിയന്ത്രണത്തിലാണ്. സുരക്ഷാ സേനയുടെ വിന്യാസവും വർദ്ധിക്കുന്ന സംഘർഷവും നഗരത്തെ സ്തംഭിപ്പിച്ചിരിക്കുന്നു. സംഘർഷത്തെ തുടർന്ന് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 6-നാണ് IDE ഏജൻറ്റുമാർ ലോസ് ആഞ്ചൽസിൽ വ്യാപക റെയ്ഡുകൾ നടത്തിയത്. ജോലിസ്ഥലങ്ങളിലും വീടുകളിലും റെയ്ഡുകൾ നടത്തി. ഈ റെയ്ഡുകളിൽ 120-ലധികം പേരെ കസ്റ്റഡിയിലെടുത്തു. ഇതിൽ പ്രകോപിതരായാണ് കുടിയേറ്റ അവകാശ സംഘടനകളും സാധാരണ പൗരന്മാരും പ്രതിഷേധം തുടങ്ങിയത്. പ്രതിഷേധത്തിൽ നഗരം കത്തുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ലോസ് ഏഞ്ചൽസിൽ US കുടിയേറ്റ റെയ്ഡുകൾക്കെതിരായ പ്രതിഷേധ പ്രകടനങ്ങൾ 3-ാം ദിവസവും തുടരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടിയത്. ഡൗൺ ടൗണിൽ പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാ സേന കണ്ണീർ വാതകം പ്രയോഗിച്ചു. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമിൻ്റെയും മറ്റ് പ്രാദേശിക നേതാക്കളുടെയും എതിർപ്പ് അവഗണിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ചയാണ് നഗരത്തിൽ നാഷണൽ ഗാർഡിനെ വിന്യസിച്ചത്. ന്യൂസോം വൈറ്റ് ഹൗസിനോട് നിയമവിരുദ്ധ സൈനിക വിന്യാസം പിൻവലിക്കാനും സൈനികരുടെ നിയന്ത്രണം സംസ്ഥാനത്തിന് തിരികെ നൽകാനും ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. സൈനികരുടെ സാന്നിധ്യം സംഘർഷം കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്ന മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധം രൂക്ഷമായാൽ മറൈൻ സൈനികരെ വിന്യസിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെസത്ത് മുന്നറിയിപ്പ് നൽകി. മറൈൻ സൈനികരെ അയക്കാനുള്ള ഹെഡ്സത്തിൻ്റെ നിർദ്ദേശം അസ്വസ്ഥത നൽകുന്നത് എന്നാണ് ന്യൂസം വിശേഷിപ്പിച്ചത്. ആക്രമണം രൂക്ഷമായതിൽ ഹെക്സത്ത് ന്യൂസമിനെ കുറ്റപ്പെടുത്തി. ആക്രമണം കൈവിട്ടു പോകാൻ ന്യൂസം അനുവദിച്ചു എന്നാണ് ഹെക്സത്ത് ഞായറാഴ്ച ആരോപിച്ചത്. നിയമവിരുദ്ധമായി ഒത്തുകൂടിയ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകം, ബാറ്റൺ തുടങ്ങിയ ആയുധങ്ങൾ പ്രയോഗിച്ചതായി ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു. പ്രകടനക്കാരിൽ ചിലർ കുപ്പികൾ, കോൺക്രീറ്റ് കഷ്ണങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവ എറിഞ്ഞതായും ഇത് അറസ്റ്റിലേക്ക് നയിച്ചതായും പോലീസ് അറിയിച്ചു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ഫ്ലാഷ് ബാങ്ങുകളും കണ്ണീർ വാതകവും ഉപയോഗിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തു. ചിലർ പ്രതിഷേധക്കാരെ അടിച്ചു. പ്രതിഷേധക്കാർ കാറുകൾക്ക് തീയിട്ടതായും CNN റിപ്പോർട്ട് ചെയ്തു. വാരാന്ത്യത്തിൽ ആളുകളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് ലോസ് ഏഞ്ചൽസിൽ കൂട്ടുകൂടുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 300 നാഷണൽ ഗാർഡ് സൈനികരെയാണ് സംഘർഷ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത്. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ അഭ്യർത്ഥനയോ സമ്മതമോ ഇല്ലാതെ ഒരു പ്രസിഡന്റ് നാഷണൽ ഗാർഡിനെ സുരക്ഷയ്ക്ക് വിന്യസിക്കുന്നത്. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസമും ലോസ് ആഞ്ചൽസ് മേയർ കാരൻ ബാസും സൈനികരെ വിന്യസിച്ചത് പ്രകോപനപരമെന്ന് കുറ്റപ്പെടുത്തി. ട്രംപ് ഭരണകൂടത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അവർ വ്യക്തമാക്കി. ഇമിഗ്രേഷൻ റെയ്ഡുകൾ, നാഷണൽ ഗാർഡിൻ്റെ വിന്യാസം എന്നിവയാണ് പ്രതിഷേധക്കാരെ ഇത്രയും പ്രകോപിപ്പിച്ചത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അടുത്ത കുറച്ച് ദിവസങ്ങൾ US-ന് നിർണായകമായിരിക്കും. മറ്റ് നഗരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നെങ്കിലും അതൊന്നും അക്രമാസക്തമായില്ല. സംഘർഷം പടരാൻ സാധ്യതയുള്ളതിനാൽ വളരെ ആശങ്കയാണ് US-ൽ നിലനിൽക്കുന്നത്.